ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ. ബയോട്ടിൻ പൗഡർ എന്നാ ഇറക്ക്, എന്താണ് ബയോട്ടിൻ പൗഡർ, എന്താണ് അത് യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ്, വെളുക്കുവോ, ഇതാണ് ഫസ്റ്റ് എല്ലാവർക്കും അറിയേണ്ടത്. പിന്നെ അറിയേണ്ടത് തടി കുറയോ, പിന്നെ ലിബാം അതെന്നാ വരും, ഇതിൻ്റെ വില എത്രയാണ്, അതിൻ്റെ വില എത്രയാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കാരണം ഞാൻ ഒരുപാട് മുന്നേ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ, അതുപോലെ തന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വെറും മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിലും ഹെയർ ഓയിലും മാത്രം സ്റ്റാർട്ടിങ് സെയിൽ ചെയ്ത ഞാൻ ഇന്ന് 7 പ്രോഡക്റ്റാണ് സെയിൽ ചെയ്യുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ 2 പ്രോഡക്റ്റും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവാണ് ആഫ്റ്റർ റമദാൻ. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഈ ബയോട്ടിൻ പൗഡർ ആയാലും ലിബാമിനെ കുറിച്ച് അത്ര ഇതായിട്ട് പറയുന്നില്ല. പക്ഷേ ബയോട്ടിൻ പൗഡർ നമ്മൾ പ്രീ ബുക്കിംഗ് ഉള്ള 50 പേർക്ക് മാത്രമാണ്, റമദാനിലുള്ള 50 പേര് പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഏപ്രിൽ മന്തിൽ ഡെലിവറി ചെയ്തു കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതാന്നുള്ളത് ഫസ്റ്റ് പറയാം. ആദ്യം ഞാൻ ലിബാമിനെ കുറിച്ച് പറയാം. മാഷാ അല്ലാ, നമ്മളുടെ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് പിഗ്മെൻറ്റേഷൻ പോയിട്ടുണ്ട്, നല്ല രീതിയിൽ ചുണ്ടിന് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ താഴെ കമൻ്റ് ഇടുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോൾ അതേ കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഇട്ട് പോയാലും നമ്മൾ ഈ വെയിൽ കൊണ്ട് നമ്മളുടെ സ്കിന്നിന് ബാധിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ചുണ്ടിന് നമുക്ക് പിഗ്മെൻറ്റേഷൻ വരും. അതുപോലെ അപ്പോൾ എല്ലാവരും SPF ഉള്ള ഒരു ലിബാം തിരഞ്ഞെടുക്കുന്നവരുണ്ട്. നമ്മളുടെ പ്രോഡക്റ്റ് ലിബാം SPF ഉള്ള ലിബാമാണ്. നിങ്ങൾക്ക് വെയിലത്ത് നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ലിബാം ആദ്യം നിങ്ങൾ പുരട്ടുക, എന്നതിന് ശേഷം നിങ്ങൾ അതിൻ്റെ മേലെ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വെയിൽ കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരില്ല. പിന്നെ ഡയറക്റ്റ് ലിപ്സ്റ്റിക് ചുണ്ടിലോട്ട് ഇതാവുന്നതും അതുകൊണ്ടുള്ള പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് പോയി കിട്ടും. വേറൊരു കാര്യമുള്ളത്, നിങ്ങളിനി വീട്ടിൽ നിന്ന് വെറുതെ ലിബാം നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് രാത്രി കിടക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ പോയി കിട്ടും. അതായത് കളർ കൂടാനും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് തരികയാനും സോഫ്റ്റ് ആവാനും നല്ല രീതിയിൽ ചുണ്ട് നിങ്ങൾക്ക് മാറി കിട്ടാനും നാച്ചുറൽ ആയിട്ട് എന്നുള്ള ഒരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ജെൻസിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജെൻസിന് ഇപ്പോൾ ചെറുതായിട്ട് നമുക്കൊരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ബാമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് രാത്രി ഒരു വളരെ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. എൻ്റെ ഒരു സജഷൻ, ജെൻസിന് അതിന് ഒരു അത്ര കംഫർട്ടബിളായി ഫീൽ ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ തന്നെ ധാരാളമാണ്, ഞാനതാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മുതൽ ലിബാം യൂസ് ചെയ്യാം കേട്ടോ. അതിന് താഴെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടായിട്ടല്ല, അതിൻ്റെ ഒരു ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണ്ടല്ലോ. ഈ മേക്കപ്പ് ഏതായാലും ഒരു പ്രായമായ കുട്ടികൾ യൂസ് ചെയ്യും, അത് 10 വയസ്സിന് മുന്നേ നമ്മൾ ശീലിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. യെസ്, ലിബാം ആയാലും അത് മേക്കപ്പ് പ്രോഡക്ട്സിൽ പെട്ട ഒരു സാധനം തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ അല്ലേ ഏത് ലിബാമിൽ വരുന്ന പോലെ ബീസ് വാക്സ്, അതുപോലെ തന്നെ ഷിയ ബട്ടർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ മഞ്ചിഷ്ട, അതുപോലെ തന്നെ. പക്ഷേ എല്ലാവരും ഈ എന്താ പറയുക, എൻ്റെ ഒരു സീക്രട്ട് ഇതെന്ന് പറയുന്നത് എൻ്റെ ബ്രൈറ്റനിങ് ഓയിലാണ്. അതും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ലിബാമിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ലിബാമിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട്. പക്ഷെ നമ്മളുടെ ഇതിൽ ബീട്രൂട്ട് പൗഡർ നമ്മൾ ചേർക്കുന്നില്ല, ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് ആയാലും നമ്മൾ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചുണ്ടിന് നാച്ചുറലി കളർ വെക്കാനും പിഗ്മെൻറ്റേഷൻ പോകാനും SPF ആയിട്ട് വെയിലത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിബാമാണ് നമ്മൾ ഇറക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൺലൈറ്റ് എക്സ്പോഷറിന് SPF കൂടെ ഉള്ളതാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ വില എത്രയാണ്? 180 രൂപയാണ് ഒരു ലിബാമിന് വരുന്നത്. 8 ഗ്രാം വരുന്ന ബോട്ടിലാണ് നമ്മൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ, പ്ലാൻ ഇട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് എല്ലാം ഡണ്ണാണ് കേട്ടോ. കാരണം എനിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യണം. കാരണം ഞാൻ പേഴ്സണലി ഏത് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിലും കുറച്ച് ലിബാം ഉണ്ടാക്കി വെച്ചതുണ്ടാവും, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ യെസ്, ഓഫ് കോഴ്സ് തണുപ്പത്തോട്ട് വരുമ്പം ഞാൻ ലിബാമിൻ്റെ ഒരു സ്ട്രക്ചർ മാറ്റും, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ ക്ലൈമറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറ്റും. അങ്ങനെ പല എക്സ്പെരിമെൻറ്റും ചെയ്യുന്ന ആളാണ് കേട്ടോ ഓരോ കോസ്മെറ്റിക്സിലും. ഞാൻ എനിക്കായിട്ട് ഇപ്പം ഞാനിത് അവിടെ ഒരു സോപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചെമ്പരത്തിൻ്റെ പൂവ് വെച്ച് മാത്രം, ചെമ്പരത്തിൻ്റെ പൂവും എൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിലും മിക്സ് ചെയ്തിട്ട് മാത്രം വെച്ചിട്ടുണ്ടാക്കിയ ഒരു സോപ്പ്. അത് നമ്മൾ തലയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സോഫ്റ്റ് ആവും. ആരെങ്കിലും വിശ്വസിക്കുമോ സോപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ നമ്മളുടെ തല സോഫ്റ്റ്? കാരണം ഇവിടുത്തെ ക്ലൈമറ്റിൽ എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് വേണം. ഓക്കെ, അപ്പോൾ അടുത്തത് ബയോട്ടിൻ പൗഡർ. ഇതിനെക്കുറിച്ച് ഇല്ലാത്ത ഡൗട്ടില്ല.
ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് മെയിനായിട്ട് ബയോട്ടിൻ പൗഡർ എന്ന് പറയുമ്പം, അതായത് പ്രോട്ടീൻ പൗഡർ, ബയോട്ടിൻ പൗഡർ, അങ്ങനെയൊക്കെ നമുക്കിതിന് പേരിടാം. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഡ്സുകളാണ്. ചിയ സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, മക്കാന, അതായത് ലോട്ടസ് സീഡ്, അങ്ങനെയുള്ള ഒരുപാട് സീഡുകൾ, പിന്നെ നല്ല നല്ല നട്ട്സുകൾ, അതായത് വാൾനട്ട്, ബദാം, പിസ്ത, കാഷ്യൂ, ഇങ്ങനെയുള്ള പല പല നട്ട്സുകൾ, പിന്നെ നല്ല സിറിയൽസ്, ചെറുപയർ അതുപോലെയുള്ള നല്ല സിറിയൽസ്, പിന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ കൂട്ടുന്ന നല്ല നല്ല നട്ട്സുകൾ, അങ്ങനെയൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്രയും വില കൊടുത്ത് വിൽക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഉമ്മ എന്നല്ല അധികം ആളുകളും പറയും, നിൻ്റെ കൈ കൊണ്ട് വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ആണടി. ഇപ്പം എന്നോട് പറയുന്ന കാര്യമല്ല കേട്ടോ. ഒരു പാചകം ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഓള് വെച്ചാൽ അതിന് ആ കോഴിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്, നമ്മൾ അതേ ഇൻഗ്രീഡിയൻസ് വെച്ചാലും ടേസ്റ്റ് കിട്ടുന്നില്ലല്ലേ. അപ്പോൾ ഓരോന്നിനും ഓരോ കൈപ്പക്കം ഉണ്ട് അല്ലേ. അത് മാത്രമല്ല, ഇപ്പം ഞാൻ ഈ ചേർക്കുന്ന ഓരോ സാധനങ്ങളും, ഇപ്പം 1 കിലോന് ഞാൻ രാഗി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 100 മില്ലിയാണ് ഞാൻ അതിൽ കശുവണ്ടി ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 1/2 കിലോ ചേർക്കണം നിലക്കടല. അങ്ങനെ ഓരോന്നിനും ഓരോ പാകം വരുന്നുണ്ട്. പിന്നെ ഇത് സാധാരണ എല്ലാവരും ചെയ്യലെന്താ, നമ്മളുടെ ഇതിലിട്ടൊന്ന് വറുത്തിട്ട് പൊടിച്ച് സ്റ്റോക്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതങ്ങ് ഒട്ടിപ്പിടിക്കുന്നതൊക്കെ. നമ്മളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് അതിൻ്റെ ഓരോ പരുവം, ഫ്ലാക്സ് സീഡിനൊരു വെയിൽ തട്ടേണ്ട രീതിയുണ്ട്, നിലക്കടലൊക്കെ ഒരു വെയിലുണ്ട്. നമ്മൾ വർക്കല്ല ചെയ്യുന്നത്, നമ്മൾ സോളാർ സിസ്റ്റത്തിൽ വരുന്ന രീതിയിൽ ആ വെയിൽ കൊണ്ടിട്ട് ഇതിനെ നല്ല ഡ്രൈ ആക്കിയിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. വറുക്കുമ്പം ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, അതിൻ്റെ ഇത് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അരി, പുട്ടുണ്ടാക്കാൻ അരി അല്ലെങ്കിൽ പത്തിരിപ്പൊടിക്ക് അരിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ കഴുകിയിട്ട് വെയിലത്ത് ഉണക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൊടിക്കാൻ കൊടുക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ വറുക്കുന്നില്ല? എൻ്റെ പേഴ്സണൽ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇതിന് ഒരുപാട് കമൻറ്റ്സ് ചിലപ്പോൾ ആരെങ്കിലും ഇട്ടേ, എനിക്കെന്തോ വറുത്തിട്ട് ഞാൻ യൂസ് ചെയ്തതിനേക്കാളും വെയിലിൻ്റെ ഇതുകൊണ്ട് അത് ഡ്രൈ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് എന്തോ കുറച്ചും കൂടെ റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് ചോദിക്കുന്നവരോട്, ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്ന ഒരുപാട് പേരുണ്ട്. അതായത് PCOD, PCOS, തൈറോയിഡ്, ഇങ്ങനെയുള്ള ഹോർമോണൽ ഇംബാലൻസ്. ചിലർക്ക് ആഫ്റ്റർ ഡെലിവറി ഹോർമോൺ, ചിലർക്ക് നല്ല എല്ലാവർക്കും ആഫ്റ്റർ ഡെലിവറി ഹോർമോണൽ ഇംബാലൻസ് വരും. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ ഈ ഒരു ബയോട്ടിൻ പൗഡർ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസ് റെഡിയായിട്ട് നമുക്ക് പീരീഡ്സ് റെഗുലർ ആവാൻ തുടങ്ങും. അതോടുകൂടി തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത്, നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം ചിലർക്ക് ഹെയർ ഗ്രോത്ത് ഫേസിൽ അവിടെയും ഇവിടെയും ഉണ്ടാവും, ചിലർക്ക് അവിടെയും എന്താ പറയുക മുടി നല്ലപോലെ കൊഴിയാം, ഇവിടെ കറുപ്പ്, ഇതൊക്കെ ചിലർക്ക് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നവരുണ്ട്. അത് നമുക്ക് റെഡിയായി കിട്ടും. നല്ല രീതിയിലുള്ള കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 1-2 മാസമൊക്കെ എടുക്കുമ്പം നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ആകാൻ തുടങ്ങും. നിങ്ങൾ ഡെയിലി നട്ട്സ് കഴിക്കുന്നവരെ, നമ്മൾ ഈ സിനിമാ നടിമാരൊക്കെ എപ്പോഴും പറയൂലേ, അവരൊക്കെ ഡെയിലി നട്ട്സ് കഴിക്കുന്നവരാണ്. ഈ നട്ട്സ് കഴിക്കുമ്പം ഇപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, സ്കിന്നിന് ചുളിവുകളുണ്ട് അത് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ തേച്ചാൽ മാറുമെന്ന് ചോദിക്കും. നമ്മൾ ആ ഓയിൽ തേച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചുളിവുകൾ, എന്തുകൊണ്ട് 30 വയസ്സാകുമ്പോഴത്തേന് ചുളിവുകൾ വരുന്നു? നമ്മളുടെ ഇൻടേക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ്സ് ഇന്ന് കുടിച്ച് 15 ദിവസം കഴിഞ്ഞു കണ്ട റിസൾട്ട് എന്ന് പറയുന്നവരോട്, ബയോട്ടിൻ പൗഡറിൽ, മാർവാസ് ബയോട്ടിൻ പൗഡറിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. സോ എനിക്ക് പറയാനുള്ളത്, മത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം വേറെ ഒന്ന് തന്നെയാണ് എന്ന് പറയും നമ്മൾ. മത്തി ഇന്ന് കഴിച്ച് നാളെ നമുക്ക് കണ്ണിൻ്റെ കാഴ്ച കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുമോ? ഇല്ല. പക്ഷെ ഒരു പ്രായമായാലും കണ്ണ് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാക്ക് 100 വയസ്സ് കഴിഞ്ഞാൽ ഇന്നും കണ്ണട വെക്കാതെ ഖുർആൻ ഓതുക. അത് ആളുടെ ഭക്ഷണമാണത് എന്ന് പറയുന്ന പോലെ നമുക്ക് വരുന്ന ഒരുപാട് എന്താ പറയുക ഇൻടേക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ സ്കിന്നായാലും ഡെഡ് സ്കിന്നായാലും ഡെഡ് സെൽസ് ആയാലും ഹെയർ ലോസ് ആയാലും ശരീരത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളായാലും എല്ലാം നമുക്ക് എന്തിന് കൈക്കാലുകൾക്ക് ഇപ്പോൾ ഇതിൽ കാൽഷ്യമായിട്ട് വിറ്റാമിൻ D3 എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് തരുന്ന ഈ ബയോട്ടിൻ പൗഡറിലുണ്ട്. ഒരു പക്ഷെ നിങ്ങൾക്ക് ശരീരത്തിനുണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങളും നിങ്ങൾ ഇതുകൊണ്ട് റെഡിയായി കിട്ടും. അനീമിക് ആണെങ്കിൽ, ബ്ലഡ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അത് റെഡിയായി കിട്ടും. ഓൾമോസ്റ്റ് എല്ലാതും കൂടെ ചേർന്നിട്ടുള്ള ഒരു കലവറ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 600
mgൻ്റെ ഒരു ബോട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് 1260 രൂപയാണ്. ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന 50 പേർക്ക്, അതായത് ഇത് ബുക്കിംഗ് ടൈം പറഞ്ഞുതരാം. ലിപ് ബാം പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം സ്റ്റോക്ക് വെക്കും. പക്ഷേ ഈ ബയോട്ടിൻ പൗഡർ എനിക്ക് ഈ ബാക്കിയുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും ഞാൻ ഇൻഷാല്ലാ ചിലപ്പം പെരുന്നാളുടെ മുന്നേ തന്നെ നാട്ടിലെത്തും. കാരണം സ്റ്റോക്സ് എനിക്ക് തോന്നുന്നു ചിലപ്പം നോമ്പ് പകുതിയൊക്കെ ആകുമ്പോഴേക്ക് കഴിയുമെന്ന്. അപ്പോൾ എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് വെച്ചിട്ട് വേണം എനിക്ക് ബയോട്ടിൻ പൗഡറിലോട്ട് നിൽക്കാൻ. അപ്പോൾ ഓൾറെഡി കുറച്ച് ആളുകൾ എനിക്ക് ഇതും തന്നിട്ടുണ്ട്, ക്യാഷും അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 50 പേർക്കുള്ള ഈ 11 പേരല്ലാതെ 50 പേർക്കുള്ള റിക്വസ്റ്റ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. 50 പേരുടെ ബുക്കിംഗ് വരുന്ന മാസം 10-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ഞാൻ ബുക്കിംഗ് എടുക്കും. ആ 7-8 ദിവസം നമ്മൾ ബുക്കിംഗ് എടുക്കും. ആ ദിവസങ്ങളിൽ എടുക്കുന്ന ബയോട്ടിൻ പൗഡർ ബുക്കിംഗ് മാത്രമാണ് നമ്മൾ ഏപ്രിൽ മാസം എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഡിലേ ആയിട്ടാണോ നമുക്ക് അതിൻ്റേതായ ഒരു കാരണം. ഫ്ലാക്സ് സീഡ് ഞാൻ 2 ദിവസം ഇത്ര നേരം അതിൻ്റെ ഒരു പരുവത്തിനാണ് വെയിലത്ത് വെച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മക്കാന സീഡ്സ് അതിനേക്കാളും നേരം ചിലപ്പോൾ ഞാൻ വെക്കേണ്ടി വരും. പിന്നെ വെറുതെ ഒരു ദിവസം കൊണ്ടോ ഓക്കെ എടുത്തോ പൊടിച്ചോ അങ്ങനെയല്ല നമ്മളിത് ചെയ്യുന്നത്. അതിനൊക്കെ ഓരോ പരുവുണ്ട്. നമ്മൾ ഒരുപാട് ഇത് വെയിലത്ത് വെച്ച് കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ സത്തുക്കളും നശിച്ചു പോകും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇതിൽ ഒരുപാട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ 10 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ചിലർക്ക് ഇത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് കൂടെ, പിന്നെ ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ ഇനി ഒന്നും വേണ്ട, ജസ്റ്റ് അതൊരു കോരി എടുത്തിട്ട് നിങ്ങളതിങ്ങ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. വേവിക്കുക ഒന്നും വേണ്ട, ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫുഡിൻ്റെ പ്രശ്നങ്ങൾ വരും, ഒരുപാട് ഇൻടേക്സിന് ബ്ലഡൊക്കെ കുറവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതൊക്കെ നിങ്ങൾക്ക് ഒരുവിധം ഇതിലൂടെ റെഡിയായി കിട്ടും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, തടി കുറയുമോ ഇത്ത എന്ന് ചോദിക്കുമ്പോൾ ഇത് കുടിച്ച് 10-ാമത്തെ ദിവസം 5 കിലോ കുറയുന്നൊന്നല്ലട്ടെ ഞാൻ പറഞ്ഞത്. ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റൊക്കെ നിങ്ങളുടെ, അതായത് അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റൊക്കെ പോയി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കുടിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് നോക്കുക. ഞാൻ പറയുന്ന രീതിയിൽ ബയോട്ടിൻ പൗഡർ നിങ്ങൾ ഇൻടേക്ക് എടുക്കണം കേട്ടോ. ഇത് ഒരുപാട് ലെങ്തായി പോയി. ആ ഇൻടേക്കും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ വൺസ് ഇത് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് പാലിലോ ചൂടുവെള്ളത്തിലോ ഒക്കെ നിങ്ങൾക്ക് വിറക് പോലെയും നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം രാത്രി. അത്രയേ ഉള്ളൂ. 2 ബോട്ടിൽ, അതായത് 2 ബോട്ടിൽ ഒരുമിച്ച് എടുക്കുന്നവർക്കും ഓഫർ പ്രൈസ് ഉണ്ട്. അതൊക്കെ ഞാൻ വരെ അറിയിക്കാം. ഓക്കെ, ഫസ്റ്റ് എടുക്കുന്ന ഈ 50 പേർക്ക് കൊറിയർ ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല. അത്രയേ ഉള്ളൂ കേട്ടോ. വേറെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. ലിപ് ബാമിൻ്റെ ഓർഡേഴ്സ് നമ്മൾ മാർച്ച് 20-ന് ശേഷം എടുക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് മാർച്ച് 10 മുതൽ 17-ാം തീയതി വരെയാണ് നമ്മൾ എടുക്കുന്നത് ഓർഡർ. അത് കഴിഞ്ഞാൽ പ്ലീസ്, അത് കഴിഞ്ഞിട്ടുള്ള ബാച്ച് എപ്പോഴാണെന്നുള്ളത് ഞാൻ അറിയിക്കും. അപ്പോഴേ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ. അപ്പം ഹറിയപ്പ്. അത്രയേ ഉള്ളൂ. എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ.